ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ? മേ ബി അത് നിന്റെ പാർട്ട്ണറിനോടോ പാരൻസിനോടോ കുട്ടികളോടോ അതോ ഈവൻ സ്ട്രേഞ്ചേഴ്സിനോട് പോലും ആകാം. ആ ഒരു മൊമെന്റ് ജസ്റ്റ് എ ഫ്യൂ സെക്കൻഡ്, പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജ് ദിവസങ്ങളോളോ മാസങ്ങളോ ഈവൻ വർഷങ്ങളോ നീണ്ടു നിൽക്കാം. നീ നിന്നോട് പ്രോമിസ് ചെയ്യും, അടുത്ത തവണ ഞാൻ കാമായി നിൽക്കും. ബട്ട് നെക്സ്റ്റ് ടൈം കംസ് ആൻഡ് ഇറ്റ് ഹാപ്പൻസ് അഗെയിൻ. സെയിം ആങ്കർ, സെയിം റിയാക്ഷൻ, സെയിം റിഗ്രറ്റ്. ആൻഡ് സ്ലോലി നിന്റെ ഐഡന്റിറ്റി ആങ്കറായി മാറുന്നു. പക്ഷെ നീ ആംഗ്രി അല്ല, ഹേർട്ടാണ്. ആൻഡ് നോ വൺ എവർ തോൾഡ് യു ഹൗ ടു ഹാൻഡിൽ ദാറ്റ് ഹേർട്ട്. ഇന്ന് നമുക്ക് നീ ആംഗ്രി ആകുമ്പോൾ ബ്രെയിനിൽ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഒരേ രീതിയിൽ നീ എന്നും റിയാക്ട് ചെയ്യുന്നു, ആൻഡ് 5 പവർഫുൾ വേ ടു ഹീൽ യുവർ ആങ്കർ ഫ്രം റൂട്ട്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഷോക്കിംഗ് ആയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ബയോളജിക്കലി ആങ്കർ എന്നത് 90 സെക്കൻഡ്സ് മാത്രമേ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. എന്തെങ്കിലും ട്രിഗറിങ് ആയത് നിന്റെ ലൈഫിൽ ഉണ്ടായാൽ ബ്രെയിനിലെ ത്രെഡ് സിസ്റ്റം ആക്റ്റീവ് ആകുന്നു. അമിഗ്ഡേല സിഗ്നൽ സെൻഡ് ചെയ്യുന്നു, ലൈക്ക് സംതിങ് ഇസ് റോങ്. ബോഡി സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യുന്നു, ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആകുന്നു, മസിൽ ടൈറ്റൺ ആകുന്നു, ബ്രെത്ത് ചേഞ്ച് ആകുന്നു. ഇതിനെയാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എന്ന് പറയുന്നത്. പക്ഷെ സത്യം എന്തെന്നാൽ ഈ എൻറ്റയർ കെമിക്കൽ റിയാക്ഷൻസ് only 90 സെക്കൻഡ്സ് മാത്രമേ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ആങ്കർ മിനിറ്റ്സ്, മണിക്കൂറുകൾ ഓർ ഈവൻ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നു? കാരണം 90 സെക്കൻഡ്സിന് ശേഷം നിന്റെ ബ്രെയിൻ അല്ല, ഇറ്റ്സ് യുവർ തോട്ട് ഇൻവോൾവ്. നീ ആ മൊമെന്റ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൗ ഡെയർ ദേ സേ ദാറ്റ് ദേ ഓൾവേസ് ഡിസ്റെസ്പെക്റ്റഡ് മീ, ഐ ആം നോട്ട് വാല്യൂഡ്. ഓരോ തവണ നീ റീപ്ലേ ചെയ്യുമ്പോഴും യു റീസ്റ്റാർട്ട് ദ ആങ്കർ സൈക്കിൾ. അതായത് യു ആർ നോട്ട് റിയാക്ടിങ് എനിമോർ, യു ആർ റീട്രിഗറിങ് യുവർ സെൽഫ്. ആങ്കർ എന്നത് ഒരു റിയൽ ഇമോഷൻ അല്ല, ഇറ്റ്സ് എ സെക്കൻഡറി ഇമോഷൻ. അത് നമ്മുടെ ഒരു സെക്യൂരിറ്റി ഗാർഡായി കണക്കാക്കാം. ലൗഡ്, സ്ട്രോങ്, പ്രൊട്ടക്റ്റീവ്. എന്താണത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? യൂഷ്വലി ഹേർട്ട്, ഫിയർ, ഷെയിം, ഫീലിംഗ് അൺഇമ്പോർട്ടൻറ്റ്, ഫീലിംഗ് ഡിസ്റെസ്പെക്റ്റഡ്. ആൻഡ് ആ ട്രിഗർ ഒന്നും തന്നെ റാൻഡം അല്ല. അത് മേ ബി കണക്ട് ടു യുവർ അൺഹീൽഡ് wound, past experiences, moments where your values were violated. സോ ആരെങ്കിലും നിന്റെ അത്തരം ട്രിഗേഴ്സിൽ പ്രസ് ചെയ്താൽ യു ഡോണ്ട് ജസ്റ്റ് റിയാക്ട് ടു ദ പ്രസന്റ്, യു റിയാക്ട് ടു യുവർ പാസ്റ്റ്. ഞാനൊരു റിയൽ സ്റ്റോറി ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. 2 ഫ്രണ്ട്സ്, ദേ വെയർ നെയ്ബേഴ്സ്. അവർ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. ലൈക്ക് ഒരേ പാത്രത്തിൽ നിന്നുകൊണ്ട് ഒരേ പായൽ ഉറങ്ങി. മീൻസ് ദേ ആർ ഇൻസെപ്പറബിൾ. ഒരു ദിവസം അവർ ചെറുതായിരിക്കുമ്പോൾ തന്നെ മഴ പെയ്യുന്നു. ഒരാളുടെ കയ്യിൽ അംബ്രലയുണ്ട്, മറ്റേ ആളുടെ അടുത്തില്ല. ഓക്കെ, അപ്പോൾ ഈ കൊടയില്ലാത്ത ആ കുട്ടി മറ്റവനോട് ചോദിക്കുന്നു, ഞാനും നിന്റെ കൂടെ വന്നോട്ടെ. പക്ഷെ ഫോർ സം റീസൺ അവൻ പറയുന്നു, നോ യു കാണ്ട്. ദാറ്റ്സ് ഇറ്റ്. ആ ചെറിയ മൊമെന്റ്, ബട്ട് സംതിങ് ബ്രോക്ക്. അവർ സംസാരിക്കുന്നത് നിർത്തി, കളിക്കുന്നത് നിർത്തി. ദിവസങ്ങൾ മാസങ്ങളായി, വർഷങ്ങളായി. ആൻഡ് ടുഡേ അവർക്കിപ്പോൾ 50 or 60 വയസ്സുണ്ടാകും. സ്റ്റിൽ ദേ ആർ നോട്ട് ടോക്കിംഗ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈസ് ഇറ്റ് വാസ് അബൌട്ട് ദ അംബ്രല്ല? അല്ല, ഇറ്റ് വാസ് അബൌട്ട് വാട്ട് ദാറ്റ് മൂമെന്റ് മെന്റ്. ഞാൻ നിനക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, നീ എന്നെ ചൂസ് ചെയ്യുന്നില്ല, നീ എന്നെ കെയർ ചെയ്യുന്നില്ല. ആ ഒരു മൊമെന്റ് ടച്ചസ് സംതിങ് ഡീപ്പർ, a wound. പക്ഷെ അത് ഹീൽ ചെയ്യുന്നതിന് പകരം ദേ ക്യാരിഡ് ഇറ്റ് ഫോർ ലൈഫ് ടൈം. ആങ്കർ എന്നത് ഒരു റിയൽ പ്രോബ്ലം അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെ അതിനെ സപ്രസ് ചെയ്യാതെ, ഫോഴ്സ്ഫുള്ളി കൺട്രോൾ ചെയ്യാതെ ആങ്കറിന്റെ കാരണം മനസ്സിലാക്കി ഡിഫറെൻ്റ്ലി അതിനെ റെസ്പോണ്ട് ചെയ്യാം എന്ന് നോക്കാം. യുവർ പവർ മൊമെന്റ്. നെക്സ്റ്റ് ടൈം നിന്നിൽ ആങ്കർ റൈസ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് പോസ്. ഡോണ്ട് സ്പീക്ക്, ഡോണ്ട് റിയാക്ട്. നിന്റെ ഇമോഷനെ വാച്ച് ചെയ്യാം. ലൈക്ക് എ വെദർ, ദിസ് വിൽ പാസ്. കാരണം ഇറ്റ് വിൽ. അതാണ് നിന്റെ പവർ മൊമെന്റ്. ദിസ് മൊമെന്റ് ഈസ് ബിറ്റ്വീൻ ട്രിഗർ ആൻഡ് റെസ്പോൺസ്, where your entire life changes. ആ മൊമെന്റ് മാത്രമല്ല അതുവഴി സേവ് ചെയ്യുന്നത് നിന്റെ റിലേഷൻഷിപ്പും പ്രൊട്ടക്ട് ചെയ്യുന്നു. ദാറ്റ്സ് യുവർ പവർ, നോട്ട് ഇൻ റിയാക്ടിങ് ബട്ട് ഇൻ പോസിങ്. അണ്ടർസ്റ്റാൻഡ് യുവർ പാറ്റേൺ. നീ കരുതുന്നത് ആങ്കർ എന്നത് റാൻഡം ആണെന്നാണ്. ഇറ്റ് ഈസ് നോട്ട്. അതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നു. ഒരാഴ്ചത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാം. ലൈക്ക് വാട്ട് ട്രിഗേർഡ് യു, വാട്ട് യു ഫീൽ, ഹൗ യു റിയാക്റ്റഡ്. ഒരു പേഴ്സൺ ഓരോ തവണ ആരെങ്കിലും അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും.
അങ്ങനെ അവൻ അതിനെ ട്രാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അത് അവരുടെ കോൺസ്റ്റന്റ്ലി ക്രിട്ടിസൈസിങ് ചൈൽഡ്ഹുഡിലേക്ക് നയിച്ചു. സോ നൗ ഇറ്റ് വാസ് നോട്ട് അബൌട്ട് ദ പ്രസന്റ്, ഇറ്റ് വാസ് അബൌട്ട് ദ പാസ്റ്റ്. ആ അവയർനെസ് ചേഞ്ചസ് എവറിഥിങ്. യു കാൺ ഹീൽ വാട്ട് യു ഡോണ്ട് സീ. ഇമോഷണൽ ഇമ്മ്യൂണിറ്റി, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു കാൻ ചെക്ക് ഔട്ട്. ബട്ട് ഷോർട്ട്ലി, നീ ക്യാരി ചെയ്യുന്ന എല്ലാ ഇമോഷൻസും നിന്റേതല്ല. സിമ്പിളായി പറഞ്ഞാൽ, ഒരാളെ അയാളുടെ ബോസ് എന്നും ഓഫീസിൽ ഷൗട്ട് ചെയ്യും. അയാൾ അത് വീട്ടിൽ കൊണ്ടുപോയി അൺനോയിങ്ലി ഷൗട്ടഡ് അറ്റ് ഹിസ് ഫാമിലി. ഒരു ദിവസം അയാൾ റിയലൈസ് ചെയ്യുന്നു, ഇത് എൻ്റെ ഇമോഷൻസ് അല്ല, എൻ്റെ ബോസിൻ്റെ സ്ട്രെസ്സാണ്. സോ അതിനെ അബ്സോർബ് ചെയ്യാതെ അതിനെ അയാൾ ഒബ്സർവ് ചെയ്യാൻ പഠിക്കും. ആൻഡ് ദ ആങ്കർ സ്റ്റോപ്ഡ് വിത്തിൻ ഹിം. പ്രൊട്ടക്റ്റ് യുവർ എനർജി. പലർക്കും ആങ്കർ ഇഷ്യൂ അല്ല, ബൗണ്ടറി ഇഷ്യൂ ആണുള്ളത്. അവർ നോ പറയേണ്ട അവസരങ്ങളിൽ യെസ് പറയും. അവരെ ഹേർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ടോളറേറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ വൺ ഡേ ദേ എക്സ്പ്ലോഡ്. അവർ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു. സോ സിമ്പിൾ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ പീസിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ലൈക്ക്, ഐ കാൺ ഡു ദിസ് റൈറ്റ് നൗ, ഐ നീഡ് സം ടൈം. ബൗണ്ടറീസ് ഡോണ്ട് പുഷസ് പീപ്പിൾ എവേ, ദേ പ്രൊട്ടക്ട് യുവർ പീസ്. ചേഞ്ച് ദ സ്റ്റോറി. നിന്റെ മൈൻഡ് എല്ലാ സിറ്റുവേഷൻസിലും ഇൻസ്റ്റന്റ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യും. അവർ എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല, എന്നും എന്നെ ഇഗ്നോർ ചെയ്യുന്നു. ബട്ട് വാട്ട് ഇഫ് ദാറ്റ്സ് നോട്ട് ദ ട്രൂത്ത്? ആരെങ്കിലും നിന്റെ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എങ്കിൽ ഇൻസ്റ്റന്റ് തോട്ട് അവർ എന്നെ ഇഗ്നോർ ചെയ്യുന്നു എന്നാവാം. ആങ്കർ റൈസ് ചെയ്യും, പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം നീ മനസ്സിലാക്കുന്നു അവർ ആക്ച്വലി ബിസി ആയിരുന്നു. സെയിം സിറ്റുവേഷൻ, ഡിഫറെൻറ്റ് സ്റ്റോറി, ഡിഫറെൻറ്റ് ഇമോഷൻ. ചേഞ്ച് ദ സ്റ്റോറി ആൻഡ് ചേഞ്ച് യുവർ ഫീലിംഗ്. യു ആർ നോട്ട് ബ്രോക്കൺ, യു ആർ നോട്ട് ടു ആംഗ്രി. നീ എങ്ങനെ നിന്റെ ഇമോഷൻസ് കറക്റ്റ്ലി പ്രോസസ്സ് ചെയ്യണം എന്ന് പഠിച്ചിട്ടില്ല. ആൻഡ് ദാറ്റ് ക്യാൻ ചേഞ്ച്. ഈ വീഡിയോ നിന്നോട് തന്നെ സംസാരിക്കുന്നു എന്ന് നിനക്ക് തോന്നിയാൽ കമൻറ്റ് 90 സെക്കൻഡ്. സോ യു റിമെമ്പർ യുവർ സെൽഫ്, യു ഹാവ് എ ചോയ്സ്. ബെറ്റർ ആവാൻ ട്രൈ ചെയ്യുന്ന ആ കൂട്ടുകാരനുമായി ഈ വീഡിയോ ഷെയർ ചെയ്യും. ബിക്കോസ് സംടൈംസ് അണ്ടർസ്റ്റാൻഡിങ് വൺ ഇമോഷൻസ് ക്യാൻ ചേഞ്ച് ആൻഡ് എൻഡ് യുവർ ലൈഫ്. അടുത്ത തവണ ആങ്കർ വന്നാൽ പോസ്, ഒബ്സർവ്, ചൂസ്. കാരണം 90 സെക്കൻഡ്സിന് ശേഷം ഇറ്റ്സ് നോ ലോങ്ങർ യുവർ ബ്രെയിൻ, ഇറ്റ്സ് യുവർ ഡിസിഷൻ.